പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ കിഡ്നി ഡാമേജ് വരും. ജിമ്മിൽ പോകുമ്പോൾ ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുന്ന ആൾക്കാരിൽ കിഡ്നി അടിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുപോലെ കിഡ്നി പ്രോട്ടീൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ നന്ദന. നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ടാവാം പല റീസൺസ് കാരണമായിരിക്കും. വെയിറ്റ് ഗെയിൻ ആവാം, വെയിറ്റ് ലോസ് ആവാം, ഫാറ്റ് ലോസ് ആവാം, ഇനി അല്ലെങ്കിൽ ഒന്ന് ഫിറ്റ് ആവാൻ വേണ്ടിയായിരിക്കാം. അപ്പോൾ ഇതിലേതാണ് നമ്മുടെ കൺസേൺ എങ്കിലും നമ്മളുടെ ഡെയിലി ഡയറ്റിൽ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ നമ്മൾ കഴിച്ചിരിക്കണം. അതായത് നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ 1 കിലോഗ്രാമിന് 0.8 ഗ്രാം ഓഫ് പ്രോട്ടീനാണ് ഒരു നോർമൽ ഇൻഡിവിജ്വലിന് ആവശ്യമായിട്ടുള്ളത്. ഇനി വർക്കൗട്ട് ചെയ്യും നമ്മുടെ ബോഡി നീഡ്സിനും അനുസരിച്ച് ഇത് 1.5 മുതൽ 2 ഗ്രാംസ് വരെ പോവാം. ജിം വർക്കൗട്ടും ഹൈ പ്രോട്ടീൻ ഡയറ്റും ഒക്കെ പോപ്പുലറായി തുടങ്ങിയിട്ട് കുറച്ച് നാളാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇതത്ര പരിചിതമല്ല. കാരണം നമ്മുടെ ഇന്ത്യൻ ഡയറ്റ് അത്ര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഡയറ്റല്ല. നമ്മൾ കാർബ്സ് ആണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്ന സമയത്ത് ഇത് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ, കിഡ്നി ഡാമേജ് വരുമോ എന്നൊക്കെയുള്ള സംശയം സ്വാഭാവികമായിട്ടും ആർക്ക് വേണമെങ്കിലും തോന്നാവുന്നതാണ്. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പ്രോട്ടീൻ പൗഡർ ഡെയിലി കഴിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുന്നത് കൊണ്ട് കിഡ്നിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇല്ല. പ്രോട്ടീൻ പൗഡറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഡെയിലി നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ്റെ അളവ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഡെയിലി പ്രോട്ടീൻ്റെ അളവും പ്രോട്ടീൻ പൗഡറിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രോട്ടീൻ്റെ അളവും ഉണ്ടാവുമല്ലോ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നോർമൽ ലെവലിൽ നിന്നും മുകളിലേക്ക് പോവാതിരിക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. പ്രോട്ടീൻ കൂടുന്നൊരവസ്ഥ ഉണ്ടായാൽ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക. പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്നത് വളരെ ചുരുക്കമാണ്. കാരണം നമ്മുടെ ഒരു ഇന്ത്യൻ ഡയറ്റിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഒപ്പിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രോട്ടീൻ കൂടിയത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വളരെ ചുരുക്കമാണ്. അപ്പോൾ പ്രോട്ടീൻ പൗഡറിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോട്ടീൻ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കാം. മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നന്നായി റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഈ പ്രോട്ടീൻ പൗഡറിൽ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിൻ്റെ കാര്യമാണ്. ഇനി കിഡ്നിക്ക് എന്തെങ്കിലും അസുഖമുള്ള പേഷ്യൻസ് ആണെങ്കിലോ പ്രോട്ടീൻ ലീക്ക് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും സ്വന്തമായി ഒരു പ്രോട്ടീൻ പൗഡർ ചൂസ് ചെയ്യാനോ അല്ലെങ്കിൽ വർക്കൗട്ടോ ഡയറ്റോ ചൂസ് ചെയ്യാൻ പാടില്ല. തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം, ഒരു കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കാരണം നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ, അതായത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മസിൽ ബ്രേക്ക് ഡൗൺ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ മസിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഒരുപാട് കോമ്പണൻസ് നമ്മുടെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് കിഡ്നിയിൽ അടിഞ്ഞുകൂടി മറ്റ് പല പ്രശ്നങ്ങൾക്കും കാരണമാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കിഡ്നിക്ക് അസുഖമുള്ളവർ തീർച്ചയായും ഒരു കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം വർക്കൗട്ടിലേക്കും ഡയറ്റിലേക്കും ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നമ്മൾ പ്രോട്ടീൻ പൗഡറിനെ പറ്റിയും കിഡ്നി ഹെൽത്തിനെ പറ്റിയും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഡെയിലി കാണാറുള്ളതാണ്. നമ്മൾ പ്രോട്ടീൻ പൗഡർ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നന്നായി റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം, ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം പ്രോട്ടീൻ പൗഡർ വാങ്ങാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ ഇനി കിഡ്നിക്ക് അസുഖമുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഒന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് പറയാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.